ആദ്യം തന്നെ ഈ വാർത്ത കേട്ട സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒന്നാമത്തത്, ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വിജയെ പോലൊരു നടൻ തൻ്റെ സിനിമ അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള യാതൊരു സൂചനയും സിനിമ നിരീക്ഷിക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിരുന്നില്ല. മുൻപ് അദ്ദേഹത്തിൻ്റെ ഫാൻസിൽ നിന്നൊക്കെ അത്തരം ചില ആവശ്യങ്ങൾ വന്നിരുന്നു. അദ്ദേഹം ചില സൂചനകൾ കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഇളയ ദളപതി എന്നുള്ള വിളിപ്പേരിൽ നിന്ന് ദളപതി എന്നുള്ള വിളിപ്പേരിലേക്ക് വന്ന സമയത്തൊക്കെ അത് ചില സൂചനയാണെന്നും വൈകാതെ തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തേക്ക് പ്രതീക്ഷിക്കുക എന്നൊക്കെയുള്ള ചില സംസാരം അവിടെ നിന്ന് ഇവിടുന്നായിട്ട് കേട്ടിരുന്നെങ്കിലും ഇത് പെട്ടെന്ന് ഇടുത്തി പോലെ വന്നൊരു വാർത്തയായിരുന്നു എന്നുള്ളതാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് തൊട്ട് മുൻപ് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ രണ്ട് സൂപ്പർ താരങ്ങൾക്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങളാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണോ എങ്ങനെയാണ് കമൽഹാസൻ്റെയും രജനീകാന്തിൻ്റെയും ശ്രമങ്ങൾ അവിടെ വന്നതെന്ന്. അതിൽ കമൽഹാസൻ ആ ഒരു മതേതര ദ്രാവിഡ രാഷ്ട്രീയ സ്പേസിലേക്ക് കടക്കാനും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം അതിൽ പരാജയപ്പെടുകയും അദ്ദേഹം വിചാരിച്ച പോലെ യാതൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. രജനീകാന്ത് ആണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് BJP ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന, ഏതാണ്ട് അദ്ദേഹം സ്പിരിച്വൽ പൊളിറ്റിക്സ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിക്കാണ് ശ്രമിച്ചത്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ അപഹാസ്യമായി പോയി. അദ്ദേഹം ഒരു കാലം മുന്നോട്ട് വെച്ചു, രണ്ട് കാലം പിന്നോട്ട് വെച്ചു, വീണ്ടും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചു. തൻ്റെ ഫാൻസിനെ തന്നെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് അദ്ദേഹത്തിന് പിന്നീട് വന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ രണ്ട് അനുഭവങ്ങൾ മുമ്പിലുള്ളതുകൊണ്ട് തന്നെ വിജയ് അത്തരത്തിൽ എടുത്ത് ചാടുമോ എന്നൊക്കെയുള്ള ഒരു സന്ദേഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിജയ് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, വിജയുടെ സിനിമയിൽ അത്തരം പ്രത്യക്ഷമായ രാഷ്ട്രീയ സൂചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പൊതുവായ ചില സംഗതികൾ അദ്ദേഹത്തെ സിനിമകൾ അവതരിപ്പിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം എപ്പോഴും സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സബാൾട്ടേൺ പൊളിറ്റിക്സ് പറയുന്ന സിനിമകളാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരുപക്ഷെ അപ്പുറത്ത് കോർപ്പറേറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ജാതി മേധാവിത്വമായിരിക്കാം. എപ്പോഴും അദ്ദേഹം വളരെ പ്രകടമായ രീതിയിൽ രാഷ്ട്രീയമൊന്നും പറയുന്നില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാരി സെൽവരാജിൻ്റെയോ അല്ലെങ്കിൽ വെട്രിമാരൻ്റെ സിനിമയെ കാണുന്ന പോലത്തെ കൃത്യമായ രാഷ്ട്രീയ സൂചന ഒന്നും ഇല്ലെങ്കിൽ പോലും വിജയുടേതായിട്ടുള്ള ചില ഒരു നമ്മൾ ഈ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന മക്കൾക്ക് വേണ്ടി, തമിഴ് മക്കൾ എന്ന് പറയുന്ന തരത്തിൽ സാധാരണക്കാരുടെ രാഷ്ട്രീയം, തമിഴ് മക്കളുടെ രാഷ്ട്രീയം, പിന്നെ ജനതയുടെ രാഷ്ട്രീയം അദ്ദേഹം എപ്പോഴും ഉയർത്തിക്കാട്ടാറുണ്ട്. പ്രത്യേകിച്ചും ഒരു കഴിഞ്ഞൊരു 6-7 വർഷമായിട്ടാണ് അതിൻ്റെ സൂചനകൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഒരു പ്രധാന മോമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്, ഒരു വാട്ടർഷെഡ് മോമെൻ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് തമിഴ് സിനിമ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഭാവിയിൽ പറഞ്ഞേക്കാം. അങ്ങനത്തെ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് BJPയും വിജയുമായിട്ടുണ്ടായ ചെറിയൊരു ക്ലാഷാണ്. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് വിജയുടെ മതം പബ്ലിക് സ്പേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ട് ഉപയോഗിച്ചതെന്നും വിജയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോസഫ് വിജയ് ആക്കിയത് ആരാണെന്നൊക്കെ നമുക്കറിയാം. ED റെയ്ഡ് വിജയുടെ വീട്ടിലുണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് വിജയ്ക്ക് പെട്ടെന്ന് തൻ്റെ ഫാൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിപ്പോവേണ്ടി വന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ തമിഴകത്ത് വിജയെ ഒറ്റപ്പെടുത്തുന്ന ഒന്ന് രണ്ട് ശ്രമങ്ങൾ നടത്തുകയും അതിനുശേഷം വിജയുടെ പല സിനിമകളും നമുക്ക് കൃത്യമായിട്ട് ഇതിനെതിരെ, അതായത് ഈ ഒരു ദ്രവീഡിയൻ മണ്ണിൽ ചവിട്ടിയുന്നുകൊണ്ടുള്ള ഈ ഒരു ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചില ലാഞ്ചനകൾ വരുന്ന ചില സംഗതികൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണുമ്പോഴും കൃത്യമായ സൂചന ഒന്നും തന്നെ വിജയ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാലത്തും വിജയ് പറഞ്ഞ പോലെ സാധാരണക്കാരുടെ കൂടെയാണ്, ഒരു രക്ഷകനാണ് ബേസിക്കലി വിജയ്. വിജയുടെ എല്ലാ സിനിമകളും നമ്മൾ കാണുന്നത് രക്ഷകനായിട്ടുള്ള ഒരു ബിംബമാണ്. അത് ഒരു പക്ഷേ ഗ്രാമത്തെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു കുടുംബത്തെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം. എപ്പോഴും ഈ രക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തമിഴ് ആരാധകരുടെ മനസ്സിൽ വിജയ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രക്ഷക ബിംബം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടത്താൻ പോകുന്നതും. അതിൽ എഗെയിൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ, അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു രാഷ്ട്രീയ മോമെൻറ്റിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ചേർന്നുകൊണ്ട് നടത്താനുള്ളൊരു ശ്രമം രജനീകാന്ത് തുടർന്ന് ഉപേക്ഷിക്കുന്ന അവസരം നമ്മൾ കണ്ടു. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ ജോസഫ് വിജയ് എന്ന നിലയിൽ സമൂഹത്തിൽ ആക്രമിക്കപ്പെട്ട വിജയ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ BJPയുടെ കൂടെ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വിജയ്ക്ക് ബാക്കിയുള്ളത് ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ്, ആ ഒരു മതേതര ഒരിടത്ത് സ്വഭാവമുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ്. പക്ഷെ അതിലേക്ക് വരുമ്പോഴും ഈ ഓൾറെഡി ഈ സ്പേസ് മുഴുവൻ പിടിച്ചു വെച്ചിട്ടുള്ള DMK എത്രത്തോളം വിട്ടുകൊടുക്കുന്നുള്ള പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, തമിഴ് സിനിമ എന്നൊക്കെ പറയുന്നത് തന്നെ DMKയുടെ കൈവെള്ളയിലാണ്. DMK കൺട്രോൾ ചെയ്തിരിക്കുകയാണ്, സൺ പിക്ചേഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അത്തരത്തിൽ സിനിമാ മേഖലയൊക്കെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അതും അവരുടെ അടുത്ത തലമുറ വരെ DMK പ്ലാൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം മാമന്നൻ എന്ന സിനിമ കണ്ടാൽ അറിയാം, ഉദയനിധി സ്റ്റാലിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം വിളംബരം ചെയ്തൊരു സിനിമയാണ്. താൻ മാമന്നനോടുകൂടി സിനിമാഭിനയം നിർത്തി പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ അടുത്ത തലമുറയെ വരെ റെഡിയാക്കിക്കൊണ്ടാണ് DMK തമിഴ്നാട് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനിടയിലേക്ക് ഇവരോട് ഇടഞ്ഞുകൊണ്ട് എത്രത്തോളം വിജയ്ക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയവും എനിക്ക് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് വിജയ് എന്ന വ്യക്തിയെ നിരീക്ഷിക്കുമ്പോഴും ചില സന്ദേഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം വിജയ് അത്ര ഓവേർലി എക്സ്പ്രസീവായിട്ടൊരു വ്യക്തിയൊന്നുമല്ല.
വിജയ് വളരെ റിസർവ്ഡ് ആയ ഒരു മനുഷ്യനാണ്, വളരെ മൈൽഡായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടറിയാം. അപ്പോൾ അത്രയ്ക്കും ഒരു സാധു എന്നുള്ള ഒരു ഇമേജ് പൊതുസമൂഹത്തിന് മുകളിലുള്ള ഒരു വിജയ് എന്ന മനുഷ്യന് ഈ തമിഴ്നാട് പോലെ ഇത്ര എക്സ്പ്രസീവായി ലൗഡായി രാഷ്ട്രീയം പറയേണ്ട ഒരു സ്ഥലത്ത് എത്രത്തോളം ശോഭിക്കാൻ കഴിയും എന്നൊക്കെയുള്ള കുറേയധികം സന്ദേഹങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വാർത്തയായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് വന്നൊരു വാർത്തയാണ്, ഏതാണ്ട് 1 മണിക്കൂർ മുന്നേ മാത്രം നമ്മളത് അറിഞ്ഞത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ തെളിഞ്ഞു വരികയായിരിക്കും. ശരി, ഇപ്പോൾ നമ്മളോടൊപ്പം അഭിജിത്ത് എന്ന വിജയ് ഫാൻസ് അസോസിയേഷനിലെ ഒരു പ്രവർത്തകനാണ്. അഭിജിത്ത്, ഈ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അഭിനയം നിർത്തുകയാണ്, കയ്യിലുള്ള സിനിമകൾ കഴിഞ്ഞാൽ അത് നിർത്തുകയാണ്, സമ്പൂർണ്ണ രാഷ്ട്രീയ പ്രവേശനം എന്നാണ് പറയുന്നത്.